കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. തൃക്കരിപ്പൂരിൽ നിന്നാണ് വെള്ളിയാഴ്ച രാവിലെ കേരളയാത്രയുടെ രണ്ടാം ദിവസം ആരംഭിച്ചത്. വ്യാഴാഴ്ച കാസർഗോഡ് നിന്നാണ് യാത്ര പ്രയാണം തുടങ്ങിയത്. ഏപ്രിൽ 28-ന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. ആയിരങ്ങളായ സുന്നി പ്രവർത്തകർ അണിനിരുന്ന സ്നേഹസംഗമ പദയാത്രയോടുകൂടിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൽ റഹ്മാൻ ബുഖാരി കാന്തപുരത്തിന് പതാക കൈമാറി. മാനവികതയിലേക്ക് ജനങ്ങളെ ഉണർത്താൻ ഭരണം നടത്തുന്ന സർക്കാർ ശ്രമം നടത്തണമെന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. മാനവികതയിലേക്ക് ജനങ്ങളെ ഉണർത്തിക്കൊണ്ടുവരാൻ ആദ്യമായി അതിന് സംവിധാനം ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കണം. അതാണ് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് ഇതിന് സംവിധാനം ഒരുക്കുമ്പോൾ ജനങ്ങളെ കിട്ടുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. എല്ലാ ജനങ്ങളും ഇന്ന് ധാർമ്മിക ബോധം വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആണ്. സാക്ഷരതയിൽ നേട്ടം കൈവരിച്ച സംസ്ഥാനത്ത് സാമൂഹ്യവിരുദ്ധ ശക്തികൾ വ്യാപകമാകുകയാണെന്ന് കാന്തപുരം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിന്റെ പേരിൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ മതേതര കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കണമെന്ന് യാത്ര ഉദ്ഘാടനം നിർവഹിച്ച കേന്ദ്രമന്ത്രി കെ വി തോമസ് പറഞ്ഞു. കറുത്ത കരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നത് തിരിച്ചറിയാനും അവർക്കെതിരെ മതേതര കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കാനും കാന്തപുരം ഉസ്താദിനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും കഴിഞ്ഞിട്ടുണ്ട്. മതപണ്ഡിതരായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, യൂസഫുൽ ബുഖാരി തങ്ങൾ, ശിഹാബുദ്ദീൻ തങ്ങൾ അന്ത്രോത്ത്, DCC പ്രസിഡന്റ് കെ വെളുത്തമ്പു, CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു തുടങ്ങിയവർ സംബന്ധിച്ചു. മാനവിക സന്ദേശമുണർത്തുന്ന കേരളയാത്ര ഏപ്രിൽ 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും.